കാപ്പി മസ്റ്റാണ്. പിന്നെ ഒരു കടി. കടീനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതൊന്നും വന്നില്ല കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉണക്കാപ്പി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയേക്കാം, ഒരു നൊസ്റ്റ് പോയേക്കാം അല്ലേ. നാട്ടിലാണെങ്കിൽ നല്ല മഴയത്ത് നല്ല കട്ടൻ കാപ്പിയും നല്ല കപ്പുറത്തും ആകാം അല്ലേ. അതവിടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നിവിടെ ഈ തണുപ്പത്ത് നല്ലൊരു കട്ടൻ കാപ്പിയും കപ്പ വറുത്തായാലോ, പൊളിക്കില്ലേ. അപ്പോഴേ നമ്മുടെ കപ്പ വറുത്ത് റെഡി ആയിട്ടുണ്ടേ. ഇച്ചിരി ഉപ്പ് തളിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴതിന് ടേസ്റ്റ് വരത്തുള്ളേ. പിന്നെ കട്ടൻ, അതില്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടൻ റെഡി ആയിട്ടുണ്ട്. കട്ടൻ വിത്ത് കപ്പ ചിയേഴ്സ്. അത് ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചില്ലിൻ്റെ പാത്രത്തിലിട്ടാൽ അതിനൊരു രസമുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഈ നമ്മൾ മിക്ക ഒട്ട് മലയാളികൾ എങ്ങനെയൊക്കെ തന്നെയല്ലേ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചില്ല് പാത്രത്തിലിട്ടാൽ അതിനൊരു ഗുമ്മുണ്ട്. എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഈ കപ്പ വറുത്തൊന്നും. പക്ഷേ എൻ്റെയൊക്കെ ചെറുത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്ക് ഈ കപ്പ വറുത്തെന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പിന്നെ കപ്പ വറുത്തതിനകത്ത് കേട്ടോ ശർക്കരയും കൂടെ ഒഴിക്കും, അത് വേറെ ലെവലാട്ടോ, അത് പൊളിയാണ്. കേട്ടോ നല്ല ക്രിസ്പിയാണ് കപ്പ വറുത്തത്. അപ്പോഴേ ഇച്ചിരി കാപ്പി, ഒരു 2 കഷ്ണം കപ്പ, പിന്നെ കാപ്പി, പിന്നെ കപ്പ. എന്താ ടേസ്റ്റ് എന്ന് പറയുക, ഒന്നും പറയാനില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പ നെസ്റ്റു. അങ്ങനെ പഴയ കുറേ ഓർമ്മകളൊക്കെ വീണ്ടും കപ്പക്കാലത്തിലേക്ക് പോയി. കാലാവസ്ഥ ഇപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.